Acts chapter 12, verse 5. Amen. The topic of my message is powerful things happens when the church prays. ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ഫ്രൈഡേ മീറ്റിങ്ങിൽ ഞാൻ പ്രധാനമായിട്ടും കർത്താവിൻ്റെ കാൽക്കൽ ആരെല്ലാം വീണിട്ടുണ്ടോ, ആരെല്ലാം പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയിട്ടുണ്ടോ, അവരുടെ എല്ലാ വിഷയത്തിനും പരിഹാരം പ്രാർത്ഥനയിലുണ്ടെന്ന് കടന്നു വന്ന ജനത്തെ ഞാൻ പ്രബോധിപ്പിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളെ നമ്മൾ പഠിച്ചാൽ അപ്പോസ്തോലിക സഭ, ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അവർ പ്രശ്നം വന്നപ്പോൾ മാത്രമല്ല അവർ പ്രാർത്ഥന തുടങ്ങിയത്, അവർ കണ്ടിന്യൂലി വിത്തൗട്ട് സീസിങ് the church was praying. If you look at chapter 5, in this verse itself, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. So the Peter was kept in the prison, but prayer for him was being made fervently by the church of God. ഒരു കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. 5-ാം അധ്യായത്തിലും നമ്മളത് 5-ാം അധ്യായം കൂടെ നോക്കിയാൽ അവിടെയും 5-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ they prayed day after day and they had a prayer meeting almost every day. കണ്ടിന്യൂസ് ആയിട്ട് അവരെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന വിലപ്പെട്ട വിഷയമായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെ സംഭവിച്ച കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. പ്രാർത്ഥന എത്ര പേർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റാണെന്ന് എനിക്കറിയില്ല. ആ വലിയ താല്പര്യമൊന്നും നമ്മുടെ പല പ്രാർത്ഥനാ കൂട്ടങ്ങളിലും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, അമേരിക്കയിലുള്ള ഒരുമാതിരി വലിയ ചർച്ചിലെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ ഇടദിവസമുള്ള പ്രാർത്ഥനയെല്ലാം ഞങ്ങളങ്ങ് നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? ആർക്കും താല്പര്യമില്ലെന്ന്. സൺഡേ ഒരു മീറ്റിംഗ് ആയിട്ട് ഒതുക്കി. ഇടദിവസത്തെ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, വെനസ്ഡേ മീറ്റിംഗ് ഇതെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ജനത്തിന് ഇതിനോട് താല്പര്യമില്ലെന്ന്. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുന്നവരെ ഞാൻ ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുക. രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, ഓസ്റ്റിൻ വർഷിപ്പ് സെൻറ്റർ പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. ചൊവ്വാഴ്ച നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊരു ദിവസമുണ്ട്. ബുധനാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി സഹോദരിമാർ കൂടി വരുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയും സൺഡേയിലെ ആരാധനയും കൂടാതെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് ഓസ്റ്റിൻ വർഷിപ്പ് സെൻറ്റർ. കാരണം യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ ആലയം പ്രസംഗാലയമാകുമെന്നോ സംഗീതാലയമാകുമെന്നോ ഒന്നുമല്ല, എൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കും. നമ്മുടെ ആലയം അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു സഭ, തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഭാരങ്ങൾ വഹിക്കുന്ന ഒരു സഭയായി അറിയപ്പെടുവാൻ ഈ പട്ടണത്തിൽ നമ്മുടെ സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കുന്ന ജനത്തിന് വിടുതലുണ്ട്. പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. നമുക്കറിയാം, കിങ് അഗ്രിപ്പ, Herod Agrippa arrested and killed Apostle James, who was in the inner circle of Jesus. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടപ്പോൾ ഒന്നാമനെ തന്നെ അറസ്റ്റ് ചെയ്തു. Now arrested Peter, he was number one in that inner circle. And the intention was to kill him
after the Passover. അടുത്ത ദിവസം എന്ത് സംഭവിക്കാവുന്ന ഒരു ദിവസം? ഒരു പക്ഷേ ഹെരോദാവിൻ്റെ പടയാളികൾ അവരുടെ വാള് ഒരു പക്ഷേ പത്രോസിൻ്റെ തല കൊയ്തെടുക്കുവാനുള്ള സാധ്യത മുമ്പിലുണ്ട്. എന്നാൽ ആ സമയത്ത് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ വളരെ സമാധാനത്തോടെ പത്രോസ് കിടന്നുറങ്ങി. എനിക്ക് ആ ഭാഗമൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. കഴിഞ്ഞ ദിവസവും ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് ഈ പത്രോസിന് ഈ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടുമുറിയിൽ രണ്ടുപേര് പടയാളികൾ കൈകാലുകൾ ബന്ധിച്ച് അവരുടെ ബോഡിയുമായിട്ട് ബന്ധിച്ച് കിടക്കുമ്പോൾ 16 അംഗങ്ങളുള്ള 16 പേരുള്ള ഒരു ഗ്രൂപ്പ് സോൾജിയേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, ഗാർഡ് ചെയ്യുമ്പോൾ, ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ, മറ്റുള്ളവർ ഉണർന്നിരിക്കുമ്പോൾ, ഒരു പക്ഷേ ഹേരോദാവും കൊല ചെയ്യാനുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ ഉണർന്നിരുന്ന് ചെയ്യുന്ന കാലഘട്ടമായിരിക്കാം. അതിൻ്റെ നടുവിൽ ഈ ഭക്തൻ എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? നമുക്ക് ആരും കൊല്ലുമെന്ന് പേടിപ്പിക്കുകയൊന്നും വേണ്ട, നമുക്ക് ജയിലിൽ പോവുകയും വേണ്ട, നമ്മുടെ ഉറക്കം കെടാൻ. നമ്മുടെ ഒരു ചെറിയ വിഷയം പോലും നമ്മുടെ ഉറക്കം കെടുത്തുക. എങ്ങനെ ഇതിൻ്റെ നടുവിൽ ഈ ഭക്തന് ഉറങ്ങാൻ കഴിഞ്ഞു? എങ്ങനെ നമുക്ക് നമ്മുടെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും? ഈ വേദഭാഗം വളരെ ചിന്തിപ്പിക്കേണ്ടതായ വിഷയമാണ്. മക്കളെ, when everything fails, pray. Prayer will change things. ഡോക്ടേഴ്സ് പരാജയപ്പെടുന്നിടത്ത്, മെഡിക്കൽ സയൻസ് പരാജയപ്പെടുന്നിടത്ത്, മാനുഷിക കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് പ്രാർത്ഥന ഫലിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ try tears, കണ്ണുനീര് ഫലിക്കും. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ, ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ, അങ്ങനെ സഭയോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം. കാരണം ദൈവം അറിയാതെ, ദൈവം വെളിപ്പെടുത്താതെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഒരു കാര്യം കൂടെ പത്രോസ് ഒരു പക്ഷെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കാരണമായത്, ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്. അത് നീ വൃദ്ധനായി ആയ ശേഷമേ മരിക്കൂ എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ അത് തൻ്റെ ഉള്ളിൽ തനിക്ക് ധൈര്യം നൽകി കാണും. ഹെരോദാവിന് പടയാളികളുണ്ട്, സോൾജിയേഴ്സ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, ലോക്കുണ്ട്, എന്തും ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ ദൈവസഭയ്ക്കുള്ളത് മറ്റാർക്കുമില്ലാത്ത ഒരു പദവി ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ, ഇടിവിൽ നിൽക്കാൻ, മധ്യസ്ഥ ചെയ്യുവാൻ ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ആ പദവി അതൊരു വലിയ പദവിയാണ്. ദൈവസ്ഥൽ അടുത്തു വന്ന് വിഷയങ്ങളുമായി മധ്യസ്ഥ ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന ആ വലിയ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പത്രോസ് പല വിഷയങ്ങൾ കൊണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഒന്ന്, ദൈവസഭ പിന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നെയല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ വൃദ്ധനായ ശേഷമേ മരിക്കത്തുള്ളെന്ന്. ഇന്ന് രാവിലെ ഞാൻ പറയാം, ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു പ്രോമിസ് എനിക്കും നിനക്കും തന്നിട്ടുണ്ടെങ്കിൽ, അത് ഫുൾഫിൽ ആകാതെ ഒരു വിഷയത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ഹേരോദാവിൻ്റെ ശക്തിക്കും, ഒരു രോഗാത്മാവിനും, ഒരു ആഭിചാരത്തിനും, ഒരു പൈശാചിക ബന്ധനത്തിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ,
നിന്റെ മേലൊരു കോളിംഗ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ആകാതെ ഒരിക്കലും ഒരു പിശാചിനും ഒരു ശത്രുവിനും നമ്മെ തൊടുവാനായിട്ട് കഴിയുകയില്ല. Verse 5 we just read, so Peter was kept in prison. അത് കഴിഞ്ഞ ഒരു വാക്ക് കൊടുത്തു, but prayer. നോക്കൂ, Peter was kept in prison for execution, but prayer. You need to understand, he cannot come out himself. എന്നാൽ പ്രാർത്ഥന തന്നെ പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥന നമ്മെ പുറത്തു കൊണ്ടുവരുന്നതാണ്. 6-ാം വാക്യത്തിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. Peter was sleeping between 2 soldiers, but making plans for execution. The Herod was making plans for execution, and soldiers were awake, but Peter was sleeping, and he was in deep sleep. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ പ്രോമിസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എ പ്രോമിസ് ഫ്രം ദ ലോർഡ് ടു പീറ്റർ that he won't die until he become old. എന്നിലും നിങ്ങളിലും ഒരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും നമ്മെ തൊടുവാനായിട്ട് കഴിയത്തില്ല. യോഹന്നാൻ അപ്പോസ്തലന്റെ ചരിത്രം ഒന്ന് നോക്കിയേ. വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ ചരിത്രം പറയുന്നത് Domitian viewed Christians as a threat. So, according to Christian tradition, Domitian ordered John to be thrown into boiling oil. ബൈബിളിലുള്ള കാര്യമല്ല, ട്രഡീഷൻ പറയുന്ന കാര്യമാണ്. തിളച്ച എണ്ണയിലിട്ടു. അവിടെയും മരിക്കാതെ വന്നപ്പോൾ വറുത്തെടുക്കാമെന്നാണ് തോന്നിയത്, ഓർത്തത്. പക്ഷെങ്കിൽ മരിക്കാതെ വന്നപ്പം പിന്നീടാണ് പത്മോസിലേക്ക് നാട് കടത്തുന്നത്. അതാ ചരിത്രം പറയുന്നത്. ഞാൻ പറഞ്ഞത്, അവിടെ ചെന്നപ്പോൾ വ്യക്തമായ വെളിപ്പാടുകളും ദർശനങ്ങളും കൊടുത്ത് തന്നെ ബലപ്പെടുത്തിയ ദൈവമാണ്. ലോകം പ്ലാനും പദ്ധതികളും ഒക്കെ തയ്യാറാക്കും, എന്നാൽ അന്തിമ തീരുമാനം എൻ്റെ ദൈവത്തിൻ്റെയാണ്. നമ്മെക്കുറിച്ച് ഒരുപാട് പ്ലാനുകൾ പദ്ധതികളൊക്കെ പിശാചിനുണ്ട്. എന്നാൽ പിശാചിൻ്റെ പദ്ധതികളെ പൊളിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ നടക്കുകയുള്ളൂ എന്ന് ഈ ചരിത്രത്തിലൂടെ പത്രോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം. അവിടെ നിൽക്കുമ്പോൾ പത്രോസ് ചങ്ങലയെ പൊട്ടിച്ച് പുറത്തു വന്നു, വാതിലുകളൊക്കെ തുറന്നു പുറത്തു വന്നു. എന്നാൽ അതിലൊക്കെ ഉപരിയായി എനിക്കും നിങ്ങൾക്കും ഇന്ന് പകൽ വലിയ ചങ്ങലയും ബന്ധനങ്ങളുമായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. പാപത്തിൻ്റെ ചങ്ങല അറുത്ത് നമ്മെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനെയും എനിക്ക് നിങ്ങൾക്കും ഭയപ്പെടുവാനായിട്ടില്ല. ഏറ്റവും വലിയ ചങ്ങല പാപത്തിൻ്റെ ചങ്ങലയാണ്. നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത് രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചൊരു ദൈവ പൈതലാക്കി തീർത്തുവെങ്കിൽ അതാ ഏറ്റവും വലിയ വിടുതൽ ജീവിതത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം എൻ്റെ പാപത്തിൻ്റെ ചങ്ങല ദൈവം എന്നെ അറുത്ത് എന്നെ സ്വതന്ത്രനാക്കിയതാ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവം നമ്മെ ഓർപ്പിക്കുക. പ്രാർത്ഥനയാൽ സംഭവിച്ച മറ്റൊരു കാര്യം 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെട്ടെന്ന് 8-9 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യെസ്. ദർശനം കാണുന്ന പോലെ, ഒരു സ്വപ്നം കാണുന്നത് പോലെ തനിക്ക് തോന്നി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക,
ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പക്ഷെ ആക്ച്വൽ ദൈവം ഇറങ്ങി വന്ന് തന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോഴും താനൊരു സ്വപ്നം കാണുന്നത് പോലെ. ഞാൻ അവിടെ പറയാൻ ആഗ്രഹിച്ചത്, prayer will guide you when you don't know the way. സ്വപ്നം കാണുന്നത് പോലെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അറച്ചു നിന്ന പത്രോസിനെ പ്രാർത്ഥന പുറത്തു കൊണ്ടുവന്നു, ഗൈഡ് ചെയ്തു. പ്രാർത്ഥന ഗൈഡ് ചെയ്യും നമ്മെ. കൈകാലികളുടെ ബന്ധനം അഴിഞ്ഞെങ്കിലും പുറത്തു വരുവാൻ കഴിയാതെ ഇങ്ങനെ ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ ഒരു ഇല്യൂഷൻ പോലെ ആയിരിക്കുക ഇപ്പോൾ പത്രോസ്. എന്നാൽ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്തിനാ ദൈവം പുറത്തു കൊണ്ടുവന്നു? എന്തിനാ ദൈവം വിടുവിച്ചത്? വീണ്ടും അടിമനുഭവത്തിൽ കുടുങ്ങിക്കിടക്കാനല്ല, ആ ഇരുട്ടുമുറിയിൽ വീണ്ടും ആയിരിക്കാനല്ല, അടിമത്തത്തിലായിരിക്കാനല്ല. അവിടുന്ന് പുറത്തു കൊണ്ടുവന്നത് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കാൻ വേണ്ടിയാ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. സ്തോത്രം. ഇന്നും ഈ പട്ടണത്തിൽ അനേകര് വെളിച്ചം കണ്ടിട്ടും വിടുതൽ പ്രാപിച്ചിട്ടും രക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും ആ ഇരുട്ടിൽ തന്നെ ആയിരിക്കുന്നവരുണ്ട്. സഭ ഈ ദിവസങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവർക്കൊരു ഗൈഡൻസ് ആവശ്യമാണ്. അവരിന്നായിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ അവർ വിടുതൽ പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ ആ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ തന്നെ ഒരു ഇല്യൂഷനിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഈ ദിവസം ദൈവാത്മാ പുറത്തു കൊണ്ടുവരുവാൻ ദൈവസഭ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് ആലോചന തരിക. പ്രാർത്ഥനയാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവാത്മാവ് ഗൈഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരിക. We no longer have to be subject to the captivity we were once held in. We must move forward by trusting in the Lord to freedom. 11-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയാൽ സംഭവിച്ച മറ്റൊരു കാര്യം, ശത്രുവിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് പത്രോസിനെ വിടുവിച്ചു. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥനയാൽ സംഭവിച്ച മറ്റൊരു കാര്യമാ, ശത്രുവിന്റെ പ്രതീക്ഷയ്ക്ക് വിട്ടുകൊടുത്തില്ല. ഹെരോദാവിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന അടുത്ത ദിവസം കുറച്ചുകൂടെ കയ്യടി കിട്ടും, യഹൂദന്മാരുടെ അപ്രീസിയേഷൻ കിട്ടും, ലൈക്ക് കിട്ടും. അതുകൊണ്ട് യാക്കോബിനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടമായി. അപ്പോൾ പത്രോസിനെ കൂടെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഒപ്പീനിയൻ പോൾ കുറച്ചുകൂടെ റേറ്റിംഗ് കൂട്ടാമെന്ന് വിചാരിച്ച് ചെയ്തതാ. അതായിരുന്നു ഹെരോദാവിന്റെ പ്രതീക്ഷ. ഇല്ല, ഹെരോദാവിന്റെ പ്രതീക്ഷയ്ക്ക് വിട്ടുകൊടുത്തില്ല. യഹൂദ ജനത്തിനും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിനും വിട്ടുകൊടുത്തില്ല. പ്രാർത്ഥനയാൽ ശത്രുവിന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവജനത്തെ പുറത്തു കൊണ്ടുവന്നു. രാവിലെയും എന്നെയും നിങ്ങളെയും കുറിച്ച് ശത്രുവിന് പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ കാണുമായിരിക്കും. ശത്രു വരുന്നത് ഒരിക്കലും നന്നാക്കാൻ വേണ്ടിയല്ല, അറപ്പാനും മുടിക്കാനും വേണ്ടിയാ. എന്നാൽ എൻ്റെ കർത്താവ് വരുന്നത് ജീവനും സമൃദ്ധിയായ ജീവനും തരുവാനാ. ശത്രുവിൻ്റെ പദ്ധതിയെ പൊളിക്കുന്ന പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ. ശത്രുവിൻ്റെ പദ്ധതിയിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന കൂട്ടായ്മകളായി, പ്രാർത്ഥനാ മീറ്റിങ്ങുകളായി നമ്മുടെ മീറ്റിങ്ങുകൾ മാറട്ടെ എന്ന് ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന ശത്രുവിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്നതാ. മാത്രമല്ല 14-ാമത്തെ വാക്യം നോക്കിയാൽ പ്രാർത്ഥന രട്ടഴിച്ച് സന്തോഷമുടിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവം അത്ഭുതം ചെയ്തു. ആ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സന്തോഷത്താൽ പ്രാർത്ഥന സന്തോഷം കൊണ്ടുവരും. പ്രാർത്ഥനയുടെ മറുപടി കണ്ണിന് മുമ്പിൽ വന്നു, സന്തോഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുക, മറുപടി കണ്ണിന് മുമ്പിൽ വന്നപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? അവർ ചിന്തിച്ചത് ദൈവം അത്ഭുതം ചെയ്യും, പക്ഷെ ഈ രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് അവർ ചിന്തിച്ചില്ല. അവർ ചിന്തിച്ചതുപോലെ അല്ല ദൈവം ചെയ്തത്. അവരുടെ പ്രതീക്ഷ എന്താണെന്നറിയാമോ? അടുത്ത ദിവസം
പെസഹ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിസ്താരത്തിന് നിർത്തും. ആ സമയത്ത് ദൈവമേ നീ പ്രവർത്തിക്കണമെന്നായിരിക്കാം അവർ പ്രാർത്ഥിച്ചത്. അവനെ റിലീസ് ചെയ്യണം, പത്രോസിനെ റിലീസ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിച്ച. അവർ പ്രതീക്ഷ അതായിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദൈവം അത്ഭുതം ചെയ്തു. രാവിലെ ദൈവാത്മാവ് തരുന്ന ആലോചന, ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷ ഇന്നിന്ന പോലെയൊക്കെ ആയിരിക്കും ദൈവം ചെയ്യുന്നത്, ഇന്നിന്ന പോലൊക്കെ ചെയ്യണമെന്നായിരിക്കും നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അല്ല, നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുക. നീ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അതിനപ്പുറത്തായിട്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ചില ദൈവം നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് ഓർപ്പിക്കുക. മർക്കോസ് 16:12 എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. We know the story on how Jesus walked with the disciples, with two disciples who were going back to Emmaus, to their own home after Jesus' crucifixion. They were discouraged. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ മടങ്ങിപ്പോയതാ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ആ ഭാഗത്ത് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 12 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാ: ഹി അപ്പിയർഡ് ഇൻ എ ഡിഫറെൻറ്റ് ഫോം ടു ടു ഓഫ് ദം. അവൻ മറ്റൊരു വിധത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മറ്റൊരു വിധത്തിൽ, in a different form. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേല്, നിരാശപ്പെടുന്ന വിഷയത്തിൻ്റെ മേല് നാളെ മാറ്റിവെക്കുകയല്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയല്ല, അതിൻ്റെ നടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വർഷം കഴിഞ്ഞല്ല, അടുത്ത ആഴ്ചയിലുമല്ല, അന്ന് തന്നെ നിരാശപ്പെട്ട് മടങ്ങിപ്പോയ ജനത്തോട് ചേർന്ന് നടന്ന് അവർക്ക് മറ്റൊരു വിധത്തിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് ഇന്ന് പകലും നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവന്ന അതേ ദൂതൻ അടുത്ത് ചെയ്തത് 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തി 5:18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ, പത്രോസിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന അതേ ദൂതൻ ശത്രുവിൻ്റെ മേൽ ന്യായവിധിയോടെ നടത്തിയാ പോയി. പ്രാർത്ഥന, prayer bring defeat to the enemy. പ്രാർത്ഥന നമുക്ക് ജയം തരിക മാത്രമല്ല, ശത്രുവിനെ തകർക്കുന്നതുകൂടെയാണ്. രാവിലെ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥന നിർത്തരുത്. മറുപടിയുണ്ട് നിശ്ചയമാണ്. ആമേൻ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏത് വിഷയത്തിൻ്റെ മേലും ഭാരപ്പെടുന്ന ദൈവമക്കൾ ഈ ദിവസങ്ങൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവിക വിടുതൽ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥന പ്രതീക്ഷ നൽകുന്നതാ, പ്രാർത്ഥന പ്രത്യാശ നൽകുന്നതാ. ദൈവസഭ മടുത്തു പോകാതെ പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസങ്ങൾ ഒരു വിടുതലുണ്ട്. നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചെടുക്കുന്ന ദൈവമുണ്ട്. ആ ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.